ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി എം നരവനയുടെ പുസ്തകം ഇപ്പോൾ രാജ്യത്തിൻ്റെ മോദി സർക്കാരിൻ്റെ തന്നെ നേരെ തൊടുക്കുന്ന വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ആ പുസ്തകത്തിൽ എം നരവന പരാമർശിച്ച കാര്യങ്ങൾ ഇപ്പോൾ രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 448 പേജുള്ള 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം 2023 അദ്ദേഹം പൂർത്തീകരിച്ചു. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും ആ പുസ്തകം പുറത്തു വരാൻ ഡിഫൻസ് മന്ത്രാലയം അനുമതി നൽകിയിട്ടില്ല. അങ്ങനെ സർക്കാർ തടഞ്ഞുവെച്ച് മൂടിവെച്ച ഈ പുസ്തകം സത്യത്തിൽ ഭരണകൂടത്തെ കഴുത്തുമുറിക്കാൻ പ്രാപ്തമാണ് എന്നതുകൊണ്ടല്ലേ സർക്കാർ ഈ പുസ്തകത്തെ ഭയക്കുന്നത് എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി മോദിയോട് ചോദിച്ചത്. അപ്പോൾ രാഹുലിനെ ആക്രമിക്കാൻ ഭരണകൂടം മുന്നിട്ടിറങ്ങി പ്രതിപക്ഷ നേതാവിന്റെ അവകാശങ്ങളെ നിഷ്ഠൂരമായി നിഷേധിച്ചു. ഇങ്ങനെ പാർലമെന്റിൽ പോലും അവകാശങ്ങളെ ചവിട്ടിമെതിക്കുമ്പോൾ മോദി ഭരണകൂടം യഥാർത്ഥത്തിൽ സ്വേച്ഛാധിപത്യത്തിന്റെ മുഖമായി അരാജകത്വത്തിന്റെ വിഷവിത്ത് വിതയ്ക്കുകയല്ലേ? രാജ്യത്തിന്റെ 28ാം കരസേന മേധാവിയായിരുന്നു എം നരവനെ. 2019 ചുമതലയേറ്റ അദ്ദേഹം 2022 വിരമിച്ചു. തുടർന്നാണ് തന്റെ സർവീസ് സ്റ്റോറി അദ്ദേഹം എഴുതിയത്. അഗ്നിവീർ, ഗാൽവാൻ സംഘർഷം, ദോഗ്ല തുടങ്ങിയവയെക്കുറിച്ചെല്ലാം പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. 2023 ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പുസ്തകം പരിശോധിച്ച് മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതിയെന്ന പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതോടെ ഓൺലൈൻ പോലും നിർത്തിവെച്ചു. ഇതുവരെയായിട്ടും പ്രസിദ്ധീകരണത്തിനുള്ള അനുമതിയും ലഭിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരണപക്ഷം കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്നത്. പാർലമെന്റിൽ കോൺഗ്രസിന് ദേശാഭിമാനമില്ലെന്ന് BJP MP തേജസ്വി സൂര്യ ആരോപിച്ചതോടെ ജനറൽ നരവനയുടെ പുസ്തകത്തിലെ വിവരങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രതിരോധം തീർത്തു. അതിന് മറുപടിയായി പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത പുസ്തകം അവതരിപ്പിക്കരുത് എന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. ഇതോടെ കരവൻ മാഗസിനിൽ പ്രത്യക്ഷപ്പെട്ട പുസ്തകത്തിലെ പ്രസക്ത ഭാഗം രാഹുൽ ഗാന്ധി ഉദ്ധരിക്കുകയായിരുന്നു. കൈലാഷ് റേഞ്ചിൽ നിന്നും 100 കണക്കിന് മീറ്റർ മാത്രം അകലെയായിരുന്നു ചൈനയുടെ സൈന്യം. ഇന്ത്യൻ സൈന്യം മുന്നറിയിപ്പ് എന്ന നിലയിൽ അങ്ങോട്ട് വെടിയുതിർത്തു. പക്ഷേ ചൈനീസ് സൈന്യം അത് ഗൗനിക്കാതെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖാ പ്രദേശത്ത് 2020 ഓഗസ്റ്റ് 31 രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. ചൈനയുടെ ഈ നീക്കം കണ്ട പരിഭ്രാന്തനായ താൻ രാജ്യത്തിൻ്റെ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവരെ ഫോണിൽ ബന്ധപ്പെട്ടു. രാത്രി 8:15 സമയം. 4 ചൈനീസ് ടാങ്കുകൾ റെച്ചിൻല ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നതെന്നായിരുന്നു കൈമാറിയ സന്ദേശമെന്ന് പുസ്തകത്തിൽ പറയുന്നു. എന്താണ് എനിക്കുള്ള ഓർഡർ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മാത്രമായിരുന്നു എല്ലാവരോടും എൻ്റെ ചോദ്യമെന്നും നരവനെ കുറിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ ഓർഡർ ലഭിക്കുന്നതുവരെ തിരിച്ചടിക്കരുതെന്ന് നരവനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു. കരസേനയുടെ നോർത്തോൺ കമാൻഡ് മേധാവി ജനറൽ യോഗേഷ് ജോഷി 9:10 ആയതോടെ വീണ്ടും വിളിച്ച് ചൈനീസ് സൈന്യം കേവലം 1 കിലോമീറ്റർ മാത്രം അകലെയാണുള്ളതെന്ന് അറിയിച്ചു. അപ്പോഴും മറുപടിയില്ല. തുടർന്ന് 9:25 10 മണിക്കുമെല്ലാം പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നരവന മാറി മാറി വിളിച്ചു. അപ്പോഴൊന്നും മറുപടി ലഭിച്ചില്ലെന്നും ഒടുവിൽ 10:30 പ്രതിരോധ മന്ത്രി തിരികെ വിളിച്ച ശേഷം ഉചിതമായത് ചെയ്യൂ എന്നും അത് പൂർണ്ണമായും സൈനിക തീരുമാനമായിരിക്കുമെന്നും പറഞ്ഞുവെന്നും പുസ്തകത്തിൽ പറയുന്നു. തീരുമാനമെടുക്കുന്നതിൽ ഗുരുതരമായ കാലതാമസമുണ്ടായെന്നും അതീവ ഗൗരവസ്ഥിതിയിൽ പോലും ക്യാബിനറ്റ് സമിതി ചേരുകയോ മുൻകാലങ്ങളിലെ രീതി പാലിക്കുകയോ ചെയ്തില്ലെന്നും പുസ്തകത്തിൽ നരവന ആരോപിക്കുന്നതായി കരവൻ മാസിക പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തി ഭരണപക്ഷത്തെ ആഞ്ഞടിച്ച് ചോദ്യമുയർത്തിയത്. 2 വർഷമായി നിങ്ങൾ ഈ പുസ്തകം എന്തിന് പുറത്തുവിടാതെ മൂടിവെച്ചു? പുസ്തകത്തിൽ പ്രതിപാദിച്ച ഭാഗം വായിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ അനുമതി നിഷേധിക്കുന്നു? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? എന്താണ് ഭരണപക്ഷം മൂടിവെക്കാൻ ശ്രമിക്കുന്നത്? രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പരമപ്രധാനമുള്ള ഈ വിഷയം ജനാധിപത്യപരമായി ചർച്ച ചെയ്യേണ്ട പാർലമെന്റിൽ പോലും ആക്രമണോത്സുകമായ നടപടി സ്വീകരിക്കുന്ന ഭരണകൂടം ഏത് രീതിയിലുള്ള സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിൽ കാണിച്ച ജനാധിപത്യ ധ്വംസനം ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. രാജ്യത്തിന്റെ അതിർത്തിയിൽ ശത്രുസേന കടന്നു കയറി ആക്രമിക്കാൻ ഉരമ്പിടുന്ന അതിപ്രധാനമായ മുഹൂർത്തത്തിൽ സേനാധിപന് രാജ്യത്തിന്റെ പ്രതിരോധ കാര്യങ്ങളിൽ കൃത്യമായ മാർഗനിർദ്ദേശം നൽകേണ്ട നിർണായക മുഹൂർത്തം അവിടെ അധികാരികൾ പൂണ്ട മൗനം, നിഗൂഢത നിറഞ്ഞ നിശബ്ദത, അതെന്തിനായിരുന്നു? ഈ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. കടന്നുപോകുന്ന ഓരോ സെക്കൻഡുകൾ പോലും അതിരൂക്ഷമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നിരിക്കെയാണ്
അവർ മണിക്കൂറുകൾ താമസിപ്പിച്ച് ജനറൽ നരവനെ എന്ന അന്നത്തെ സൈനിക മേധാവിയെ പ്രതിസന്ധിയിൽ നിർത്തി മുൾമുനയിൽ ആക്കിയത്. അദ്ദേഹം തന്റെ സർവീസ് സ്റ്റോറിയിൽ ഇതൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. നരവനെയുടെ ഈ വെളിപ്പെടുത്തൽ അത് ഏറ്റവും പ്രാധാന്യമേറിയവ തന്നെയാണ്. രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലും ഭരണകൂടത്തിന്റെ നിഗൂഢ നീക്കമാണ് ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ. അഴിമതിയും വോട്ട് കൊള്ളയും, SIR-ഉം, അമേരിക്കൻ വിധേയത്വവും, ഇലക്ട്രൽ ബോണ്ട് BJP ഫണ്ടും, പൊതുഖജനാവ് ഫണ്ട് തിരിമറിയും, സ്വജനപക്ഷപാതവും, ജനകീയ പദ്ധതികളിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും, ഇന്ത്യയുടെ ചരിത്രം മായ്ച്ചവിടെ സംഘപരിവാർ നയങ്ങളുടെ തിരികെ കയറ്റലും, വർഗീയതയും, ഹിന്ദുരാഷ്ട്രവാദവും അടക്കം രാജ്യത്ത് നടപ്പിലാക്കി ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അഖണ്ഡതയെയും തകർത്ത് ഭരണഘടനയെ നിഷ്പ്രഭമാക്കുന്ന മോദി സർക്കാരിന് ഒരു കനത്ത തിരിച്ചടി രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരികയാണ്. അത് പ്രതിഷേധത്തിൻ്റെ കൊടുങ്കാറ്റായി രൂപമെടുത്ത് കേന്ദ്ര സർക്കാരിനെ കടപുഴക്കുന്ന കാലം വരിക തന്നെ ചെയ്യും. അതിൻ്റെ തെളിവാണ് ഒരു കാലത്ത് മോദിയെ പാടിപ്പുകഴ്ത്തിയ മീഡിയകളും കൂടെ നിന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘവും NDAയിലെ ഘടകകക്ഷികളുമൊക്കെ ഇപ്പോൾ മോദിക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നത്. കാലം കാത്തുവെച്ച പ്രത്യാഘാതങ്ങളിൽ നിന്നും മോദിക്ക് ഒരിക്കലും ഓടിയൊളിക്കാൻ കഴിയില്ല. അതിന് തിരിച്ചടി നൽകും എന്നുറപ്പായി കഴിഞ്ഞു. നിർണായകമായ ഒരു സന്ദർഭം സൈന്യത്തിന് നേരിടാൻ സാധിച്ചില്ല എങ്കിൽ രാജ്യം ശത്രുപക്ഷത്തിന് അടിയറവ് വയ്ക്കുന്ന സ്ഥിതിയാണ്. അതിന് വഴിവെച്ച ഒരു ഭരണകൂടം നമുക്ക് ആവശ്യമുണ്ടോ എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.